അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന എന്തായിരുന്നു? ഫസ്തഖിം കമാ ഉമിർത. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങൾ എന്റെ തലന്റെയും താടിയുടെയും മുടികളെ നരപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? ഉലമായിലേക്കുള്ള ബാധ്യത ചെറിയതല്ല. ഇതവർക്ക് എന്തെങ്കിലും വേണ്ടതുപോലെ ചെയ്യാനുള്ള വകുപ്പല്ല ദീനിന്റെ വിഷയങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ സുൽത്താനുൽ ഉലമയെ ഖാദിയായിട്ട് തന്നെ നമുക്ക് വേണം എന്ന് ഇവിടെ കർണാടക ജമിയത്തുൽ ഉലമയുടെ മുഷാവറയുടെ പ്രധാന യോഗം ചേർന്നുകൊണ്ട് മഹല്ലുകൾക്ക് ആ നിലക്ക് കഴിവിന്റെ പരമാവധി ബന്ധപ്പെടുത്തി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ അടുക്കൽ പോയി ഞങ്ങൾ അക്കാര്യം പറഞ്ഞത്. ഏതെങ്കിലും ആളുകളെ കൊണ്ടുവന്ന് കളിക്കാനുള്ള സാധനമല്ല അല്ലാഹുവിന്റെ ദീൻ. പിന്നെ കളിച്ചാൽ ഇവിടെ ദീനും പൊളിഞ്ഞു, ആളുകളും ഭിന്നിച്ചു, ഒക്കെ നശിച്ചു. ഈ സമാനിൽ, ഈ കാലഘട്ടത്തിൽ ആ നിലക്ക് ഈ ഉമ്മത്തിനെ നിയന്ത്രിക്കാൻ അല്ലാഹു കൊടുത്ത വലിയൊരു ശക്തിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. നമുക്കറിയാം, നമ്മളൊക്കെ ബഹുമാനപ്പെട്ടവര് ആസ്പത്രിയിൽ എത്തിയ ഉടനെ ഞങ്ങൾ ആ സമയത്ത് റബീഉൽ അവ്വൽ മദീനയിൽ 12 മദീനയിൽ കൂടാൻ വേണ്ടി അവിടെ പോയി തിരിച്ചു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അസുഖത്തെ പറ്റി വിവരം നൽകുന്നത്. ആ സമയത്ത് ബസ്സിൽ തന്നെയുള്ള ആളുകളൊക്കെ സങ്കടപ്പെട്ടു. പിന്നെ മക്കയിലെത്തുന്ന സമയത്ത് കൂടുതൽ ബേജാറുള്ള വിഷമമുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ആ പരിശുദ്ധ ഖൈബത്തിന്റെ അടുക്കൽ ഹാജിമാർ പോയവരെല്ലാം, ഉംറക്ക് പോയവരെല്ലാം ഒത്തൊരുമിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട്, ഞങ്ങളെ ഉമ്മക്ക് രോഗം വന്നിട്ട് ഉമ്മയുടെ മരണത്തിന്റെ സമയത്ത്, വാപ്പയുടെ മരണത്തിന്റെ സമയത്ത് സങ്കടപ്പെടാത്തതിനേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് ഞങ്ങൾ വിശുദ്ധ കഅബത്തിന്റെ അടുക്കൽ ദുആ ചെയ്തത് എനിക്ക് മറക്കാൻ കഴിയില്ല. ഉസ്താദിന്റെ മുമ്പിൽ ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ഇതാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ഞങ്ങൾ ഇന്നതിന്റെ ആളാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയോ ഉള്ള ഏതെങ്കിലും ഒരു ശബ്ദമല്ല. അല്ലാഹു അറിയുന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ലോകം മുഴുവനും എത്രയോ ആളുകൾ ഉംറ ചെയ്തു. അവിടെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആരോഗ്യത്തിന്റെ മാഫിയത്തിന് വേണ്ടി ഈ പരിസരത്തുള്ള ഉമ്മമാർ സുന്നത്ത് നോമ്പ് നോക്കി കരഞ്ഞു, റബ്ബിനോട് പാതിരാക്കണിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. ഉമ്മക്ക് വേണ്ടിയും വാപ്പക്ക് വേണ്ടി അങ്ങനെ കരഞ്ഞിട്ടുണ്ടാകൂല. എന്താണ് പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ. ആ ദീൻ ഇവിടെ നിലനിൽക്കണം. ആ ദീൻ നിലനിൽക്കാൻ ഈ നൂറ്റാണ്ടിൽ അല്ലാഹു തആല നമുക്ക് തന്ന വലിയ ഒരു, അത് എനിക്ക് പറഞ്ഞ് വാക്കുകളെ കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. മഹാനായ താജുൽ ഉലമ ഒരിക്കൽ പറഞ്ഞു ഞങ്ങളോട്, ഒരു പരിപാടിന്റെ സമയത്തോറ് വന്ന് എപി ഉസ്താദ് വന്ന് അവിടെ വിശ്രമിക്കുന്നുണ്ട്. എന്നോട് പറയുന്നു വളരെ സന്തോഷത്തോടുകൂടി, നമ്മളെ എ പി വന്നിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഇടക്കിടക്ക് പറയുന്നു നമ്മളെ എ പി വന്നിട്ടുണ്ട്, സന്തോഷായി. അപ്പോൾ ഞങ്ങളത് കേട്ട് വേക്കൽ ഉസ്താദ് ഞങ്ങളെ കൊണ്ട് കേട്ടപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ ഖൽബിൽ മഹാനായ സുൽത്താനുൽ ഉലമ. എത്ര ബന്ധാണ് ഒരു ഉപ്പ ഒരു വാപ്പ കുറെ സമയം ഗൾഫിൽ പോയി വന്ന് നാട്ടിലെത്തിയാൽ മക്കൾ ഉപ്പ വാപ്പ വന്നിനി എന്ന സന്തോഷം പറയും പോലെ മഹാനായ താജുൽ ഉലമ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വരവ് കൊണ്ട് സന്തോഷിച്ച് പിന്നെയും പറയുന്നു. ആ മഹത്തുക്കളൊക്കെ ഉൾക്കൊണ്ട് അവരൊക്കെ മനസ്സറിഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്തു. ആ മഹത്തുക്കളൊക്കെ വളർത്തി കൊണ്ടുവന്ന വലിയ നേതൃത്വം. പ്രിയപ്പെട്ടവരെ, ആ നേതൃത്വത്തെ അല്ലാഹു തആല ഒരു പുനർജന്മം എന്ന് പറഞ്ഞാൽ തെറ്റാവൂല. ആ നിലക്ക് ഈ ലോകത്തുനിന്ന് നമുക്കൊക്കെ ഓർക്കാൻ കഴിയാതെ ഓരോ ദിവസവും ആസ്പത്രി റിപ്പോർട്ടുകൾ ഉസ്താദും മറ്റുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്ന് മറുപടി കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഓതാൻ കഴിയുന്നത്? അതൊക്കെ ഓതി കരഞ്ഞു റബ്ബിനോട് ദുആ ചെയ്തതിന്റെ ഫലമായി മഹാനായ ശൈഖ് ഉസ്താദ് അവர்கள் ഇന്നലെ ഖാദി സ്ഥാനമാർ പരിപാടിയിൽ വെളുത്തങ്കടിയിൽ വെച്ച് പറഞ്ഞു, മഹാനായ സിയം വലിയുല്ലാഹി മടവൂർ ഖദ്ദസല്ലാഹു അടക്കമുള്ള സാദാത്തുക്കൾ ദുആ ബറക്കത്ത് കൊണ്ട്, താജുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കളെ ബറക്കത്ത് കൊണ്ട്, ദുആ കൊണ്ട്, മുഅ്മിനീങ്ങളെ ദുആ കൊണ്ട് അല്ലാഹു എനിക്ക് ഈ നിലക്കെന്നെ ആക്കി തന്നു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് സാധുക്കളായ നമ്മളോട് ഈ നിലക്ക് നിങ്ങൾ പോകണമെന്ന് മക്കളെ എന്ന് പറഞ്ഞ് നമ്മളെ നിയന്ത്രിക്കാനുള്ള വലിയ ശക്തി അല്ലാഹു കൊടുത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു നേതൃത്വം വേണം പ്രിയപ്പെട്ടവരെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുകൾ രേഖപ്പെടുത്തി കണ്ടില്ലേ, ലൗലൽ ഉലമാഉ ലസാറന്നാസു മിസ്ലൽ ബഹായിം. അല്ലാഹുവിനെ അറിയുന്ന ഇന്നമായ യഖ്ശല്ലാമിൻ ഇബാദിൽ ഉലമാ എന്ന് പറഞ്ഞ അൽ ഉലമാ ഈ ഭൂമി ലോകത്ത് നമ്മെ നിയന്ത്രിക്കാനില്ലെങ്കിൽ ലസാറന്നാസു മിസ്ലൽ ബഹായിം, നമ്മളൊക്കെ നാക്കാലി മൃഗം പോലെ തമ്മിൽ തല്ലി അധികാരത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി തമ്മിൽ തല്ലി മൃഗത്തെ പോലെ നശിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയെങ്കിൽ ആ നേതൃത്വമാണ് മഹാനായ സുൽത്താനുൽ ഉലമാ. അതുപോലെ റഈസുൽ ഉലമാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞാൻ അവസാനിപ്പിക്കുന്നു, കൂടുതൽ നീട്ടാൻ കഴിയുന്നില്ല. ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിന്റെ ഈ പരിസര മഹല്ലത്തുകളിൽ, സംയുക്ത ജമാഅത്തുകളിൽ, ബാംഗ്ലൂരിൽ, അതുപോലെ ഉള്ളാളത്ത്, അതുപോലെ വെൽത്തങ്കടിയിൽ, പുത്തൂർ ആ ഭാഗത്തുള്ളത് ഇന്നലെ കൂറത്ത് വെച്ച് ഞാൻ കൂറത്തങ്ങളുടെ അനുസ്മരണത്തിന് വേണ്ടി സുള്ളിയിൽ പോയപ്പോൾ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശാലമായ ഈ തിരക്ക് കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ഖാദി ബൈഅത്ത് പരിപാടി സുള്ളിയത്ത് വിപുലമായി നടക്കും എന്ന് അവർ പറഞ്ഞു. മൊത്തത്തിൽ കർണാടകത്തിന്റെ 100-ൽ 70% ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ കയ്യിലും 30% ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ കയ്യിലും ആയതോടുകൂടി കർണാടകത്തിൽ മൊത്തത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക നേതൃത്വത്തിന് കീഴിൽ അല്ലാഹു തആല നമുക്ക് ആക്കി തന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരുപാട് കാലം നമുക്ക് നിലനിർത്തി തരട്ടെ. ഖാദി എന്ന് പറയുമ്പോൾ ഒരു സുന്നത്തായ കാര്യം, വേണ്ട ഒരു ഹലാലായ കാര്യം ഖാദി കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമായി പോയി. ഇന്നലെ ഞാൻ വെളുത്തങ്കടിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തൊരു നിക്കാഹ് ജമാഅത്ത് കമ്മിറ്റി കൂടി, ഞാൻ നിർത്തി, ജമാഅത്ത് കമ്മിറ്റി കൂടി, ഖാദി ഇല്ലാത്ത മഹല്ലത്തിന്റെ കരയെ ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ഖാദി വേണ്ട, ഞങ്ങളെ ഖാദി ആയിക്കോളെന്നൊക്കെ പറയുന്നില്ലേ. ആ മഹല്ലത്തിൽ മീറ്റിംഗ് കൂടി, ഒരു വലിയില്ലാത്ത പെണ്ണ്, ഒരു നിലക്കുള്ള വലിയില്ല, ആ പെണ്ണിന് നിക്കാഹിന്റെ എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നിങ്ങൾ നോക്ക്, കമ്മിറ്റി കൂടി തീരുമാനിക്കുകയാണ്. എന്താ കമ്മിറ്റി തീരുമാനിക്കുന്നത്? ഖാദി ഇല്ലാത്ത നാട്ടിൽ ഖതീബ് ഖാദി, ഖാദി ഇല്ലാത്ത നാട്ടിൽ ഖതീബ് ഖാദി, ഖാദിന്റെ സ്ഥാനത്ത് എന്ന് തീരുമാനിച്ചിട്ട് ഖതീബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ നാട്ടിൽ നമ്മൾ ഖാദി ആക്കിയിട്ടില്ല, ആക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖാദിന്റെ സ്ഥാനത്ത് നിങ്ങളാണ്, ഖതീബായ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് ആക്കി കൊടുക്കണം. കമ്മിറ്റിന്റെ തീരുമാനമാണ്. അപ്പൊ ഈ മൊയിലാര് മനസ്സിലാക്കി, പല മൊയിലാരും ഉണ്ടല്ലോ, അള്ളാഹ് കാക്കട്ടെ, ദീന് പൊളിക്കാനും മൊയിലാര്, ദീൻ ഹയാ നിലനിർത്താനും മൊയിലാര്, രണ്ടിനും മൊയിലാരേ ഉള്ളൂ. പൊളിക്കാൻ അവരെ പോലെ ആർക്കും കഴിയില്ല, നിലനിർത്താൻ അവരെ പോലെ മറ്റാർക്കും കഴിയില്ല. ശിറാറുൽ ഖൽഖ് ശിറാറുൽ ഉലമാ, ഖിയാറുൽ ഖൽഖ് ഖിയാറുൽ ഉലമാ, അങ്ങനെയാണല്ലോ. അങ്ങനെ കമ്മിറ്റിക്കാർ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ നോക്ക്, ഖാദി ഇല്ലാത്ത മഹല്ലുകൾ, എന്റെ സംസാരം കേൾക്കുന്നെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുന്ന, അവസാനം ഈമാനില്ലാതെ നഷ്ടപ്പെടുന്ന, നാട്ടിൽ ജാരസന്തതികളെ വ്യഭിചാരത്തിന്റെ മക്കൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ചില കമ്മിറ്റികൾ എടുക്കുമ്പോൾ ജാഗ്രതയാക്കണം. ആലിമീങ്ങളെ, അത്തരം കാര്യങ്ങൾ വന്നിട്ട് ജമാഅത്ത് കമ്മിറ്റി, ആഡൽത്ത കമ്മിറ്റി വരുമ്പോ ആ തീരുമാനത്തിൽ നിങ്ങൾ പെട്ടുപോകണ്ട, നമുക്ക് ജോലി വേണ്ട, ആ കമ്മിറ്റിന്റെ തീരുമാനം തള്ളണം. ചുരുക്കി പറഞ്ഞാൽ ആ നിക്കാഹ് അവിടെ നടന്നു. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ പല നിക്കാഹും കിടക്കുന്ന ജ്യേഷ്ഠത്തിരി ഉള്ളതോടുകൂടി അനുജത്തിനെ കെട്ടി. അപ്പൊ മൊയിലാരോട് ചോദിച്ചു, അത് മൊയിലാരി പറഞ്ഞ പോലും, ഏതോ ഒരു മൊയിലാർ തന്നെ മൊയിലാറെ കോലത്തിലുള്ളതെന്നർത്ഥം. ആ മൊയിലാരി പറഞ്ഞ പോലും അത് അവളെ സമ്മതം ഉണ്ടെങ്കിൽ, ജ്യേഷ്ഠത്തിന്റെ സമ്മതം ഉണ്ടെങ്കിൽ അനുജത്തിനെ കല്യാണം അയക്കാം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പച്ച ഹറാമുകള്, ജഹാലത്തിന്റെ പേരിൽ വ്യഭിചാരങ്ങൾ വരെ നിക്കാഹിന്റെ പേരിൽ നടക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കൾക്കുള്ള ഖാദി സ്ഥാനം, സയ്യിദുൽ ഉലമാ ഉസ്താദിനെ പോലെയുള്ള മഹന്മാരുടെ നേതൃത്വം നമുക്ക് വേണം. അതാണ് അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ഈ സമയത്ത് റബ്ബിന്റെ മഹബത്ത് കൊണ്ട് ഏർപ്പെടുത്തി അല്ലാഹുവിന്റെ ഖലാ നമുക്ക് അനുകൂലമായി തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുൽത്താനുൽ ഉലമക്ക് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടുകളെയും നമ്മ എല്ലാവരെയും ദീർഘകാലം ഏറ്റെടുത്ത് സംരക്ഷിക്കാനും വേണ്ടത് നമുക്ക് ഉപദേശിക്കാനും, അവിടത്തെ തണലിലായി, അവിടത്തെ
നേതൃത്വത്തിലായി നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് ഈ ഇരിക്കുന്ന മുഴുവൻ ആലിമീങ്ങൾക്കും സദാത്തുക്കൾക്കും എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഇങ്ങനെ സംസാരിച്ചത് തെറ്റായി പോയി എനിക്ക് ബോധ്യപ്പെടുന്നു. ചില കാര്യങ്ങൾ പറയാതെ ഞാൻ അങ്ങ് ചിന്തിക്കാതെ പറഞ്ഞു പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംയുക്ത ജമാഅത്തുകളുടെ ഐക്യവും യോജിപ്പും സ്നേഹവും ബന്ധവും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ പരമ്പരയായി നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ ഭിന്നിപ്പുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മുടെ നാടുകളെയും മഹല്ലുകളെയും നേതൃത്വത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അവസാനം നമ്മളെല്ലാവരെയും ആഖിബത്ത് നന്നാക്കി ഹുസ്നുൽ ഖാതിമത്ത് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ട് മഹത്തുക്കൾക്കുള്ള എല്ലാം തണലോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി തരട്ടെ. അവനായ സൂറത്ത് സാദാത്തുകൾ താജുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കളോടൊപ്പം നമ്മുടെ കൂട്ടുകുടുംബങ്ങളോടൊപ്പം നമ്മൾ ഈ സംയുക്ത ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മരണപ്പെട്ടവരോടൊപ്പം നമ്മളെ അല്ലാഹു ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ദുആ വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ ജസീല. താങ്ക് യു.